തുടർന്ന് ദൈവന ശുശ്രൂഷയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിച്ചു. താങ്ക് യു സജീച്ച. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ജനുവരി മാസത്തിൻ്റെ 4-ാം തിങ്കളാഴ്ച ദൈവസന്നിധിയിൽ നമുക്ക് മടികൂടാതെ അടുത്തു വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ച അവൻ്റെ തന്നെ വൻ ദയകൾക്കായി കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പറഞ്ഞതുപോലെ സദൺ റീജിയനിലുള്ള ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് പ്രത്യേകമായ അതിഥിയായി പങ്കെടുക്കുന്ന ഭദ്രാസന സന്നദ്ധ സുവിശേഷത്തിന്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട രാജേഷ് മാത്യുവിനെയും, അതുപോലെ തന്നെ തിരുസന്നിധിയിൽ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന പ്രിയപ്പെട്ട സജീവ് സഹോദരനെയും, അതുപോലെ തന്നെ സക്രിയ സാറിനെയും, മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും, സുഖച്ചനെയും, പ്രിയപ്പെട്ട ജേക്കബ് തോമസ് അച്ഛനെയും, ജേക്കബ് ജോർജ് അച്ഛനെയും, അതുപോലെ ജെയിംസൻ അച്ഛനെയും, എല്ലാ വൈദികരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് പ്രത്യേകമായ ശുശ്രൂഷകൾ നൽകി തരുന്നത് അറ്റ്ലാന്റ മാർത്തോമ ഇടവകയാണല്ലോ. ഇടവകയോടുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. നമ്മൾ ഇപ്പോൾ വായിച്ച് കേട്ടതുപോലെ തന്നെ ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അത്ര വായിച്ചു കേട്ടത്. അതിലെ 18-ാമത്തെ വാക്യം മാത്രം ഒരു ആവർത്തി ഒന്ന് വായിച്ചുകൊള്ളട്ടെ. 2 ശമൂവേൽ 7:18. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗ്രഹവും എന്തുള്ളൂ? അതിനാസ്പദമായി പുതിയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ എല്ലാവരുടെയും അനുവാദത്തോടെ വായിച്ചുകൊള്ളട്ടെ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. 2 തിമോത്തിയോസ് 2:8. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. തലയിൽ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും മഹാസ്നേഹനിധിയുമായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, സമയങ്ങളും കാലങ്ങളും ഞങ്ങളെ വിട്ട് മുൻപോട്ട് അതിവേഗം കടന്നു പോകുന്ന കഴിഞ്ഞകാലങ്ങളിൽ നിന്നുപോലെ ഇന്നിന്റെ പശ്ചാത്തലങ്ങളിൽ വ്യത്യസ്തവും വ്യതിരക്തവുമായ സുവിശേഷത്താൽ അവിടെ ഞങ്ങളെ അലങ്കരിക്കുന്നുവല്ലോ. ഇന്നിന്റെ സമസ്യകളെ, വെല്ലുവിളികളെ, വിശ്വാസ സംബന്ധിച്ചുള്ള എല്ലാവിധമായ ആവശ്യങ്ങളെയും നിർവടിയായി നിറവേറ്റി തരുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിനായി നന്ദിയോടെ സ്തോത്രം. തിരുസന്നിധിയിൽ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ 2-ാം 4-ഉം കർത്താവേ തിങ്കളാഴ്ച ഞങ്ങൾക്ക് അടുത്തു വരുവാൻ, ഒരുമിച്ചിരുന്ന വചനം കേൾപ്പാൻ, പ്രാർത്ഥിപ്പാൻ തക്കോണം ലഭിക്കുന്ന വലിയ സാഹചര്യത്തിനായ സ്തുതി. നാഥാ, ഇന്ന് ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ഈ വചനം ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ തക്കോണം ഇടയാകണം. അവിടുന്ന് ഞങ്ങൾക്ക് ആരാകുന്നുവെന്ന് ഈ രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തണലിരുന്നു കൊണ്ട് ധ്യാനിപ്പാൻ തക്കോണം അടികളെ സഹായിക്കണം. വിവേകപൂർണമായ ചിന്തകളാൽ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗതികമായതും ലൗകികമായതുമായ എല്ലാവിധമായ അനുഭവങ്ങളിൽ നിന്നും വ്യതിരിക്തമായി ദൈവിക സ്പർശനത്തോടെ കൃപയോടെ ചിന്തിപ്പാനും തന്മൂലം കർത്താവെ ഞങ്ങളും വിശ്വാസപരമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് എല്ലായ്പ്പോഴും ആയിത്തീരുവാനും അത് ആസ്വദിപ്പാൻ തക്കോണം ഞങ്ങളെ ഈ വചന മുഖാന്തരം സഹായിച്ചാട്ടെ. അനേകർ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയാലും എന്ന് യാചിക്കുന്നു. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 1-ാം മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അതിവേഗം പ്രവേശിച്ചിരിക്കുന്നു. ദൈവിക വിചാരങ്ങളാൽ എല്ലാ ദിവസവും നമ്മൾ നിറയപ്പെടുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ബാലനായിരിക്കുന്ന സമയം മുതൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട രാജാവായി ദൈവസന്നിധിയിൽ നാഥാൻ പ്രവാചകനിലൂടെ സംസാരിക്കുന്ന ഈ അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ വലിയ സംഭവ ബഹുലമായ ഒരു ജീവചരിത്രപരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിനപ്പുറമായ സംഭവ ബഹുലമായ വിവിധങ്ങളായ ഏടുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ് ദാവീദ് രാജാവിന്റെ ജീവിതം. ഇത്രയും വർണ്ണനകൾ നിറഞ്ഞ ഒരു മനുഷ്യ ജീവിതത്തെ പഴയ നിയമത്തിൽ ഇങ്ങനെ
ചിത്രീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ വായനക്കാരെ നിലയിൽ, ധ്യാനിക്കുന്ന നിലയിൽ, വചനത്തെ സ്നേഹിക്കുന്ന നിലയിൽ എടുത്തു പറയുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അനേക വ്യക്തികൾ അപ്രകാരമുണ്ട്. എന്നാൽ ഒരേ വ്യക്തി തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല ഉത്തരവാദിത്തങ്ങളും പല പദവികളും വഹിക്കുന്നത് വേദപുസ്തകത്തിൽ നമ്മൾ വ്യക്തിപരമായി കാണുന്നത് ദാവീദിലൂടെയാണ്. ദാവീദിന്റെ ബാല്യം എടുക്കുമ്പോൾ ഇശായിയുടെ മകനായി ജനിച്ചു. ഇത്രയും മക്കളിൽ ഒരുവനായിരുന്നു. ഒരു കർഷക പാരമ്പര്യം, ആടിനെ മേയിക്കുന്ന പാരമ്പര്യം, ഒരു ആട്ടിടയൻ. നമ്മൾ അവിടെ നിന്നാണ് ദാവീദിന്റെ രാജാവിന്റെ അല്ലെങ്കിൽ ദാവീദിന്റെ ജീവിതത്തെ നമ്മൾ വായിച്ചു തുടങ്ങുന്നത്, മനസ്സിലാക്കി തുടങ്ങുന്നത്. എല്ലാ മനുഷ്യനും തങ്ങളുടെ ജീവിതത്തിൽ ഒരാരംഭമുണ്ട്. There is always a beginning. ഞാൻ ഉദ്ദേശിക്കുന്നത് ജൈവികമായ ജനനത്തെ കൂടാതെ ആക്ഷരീയവുമായും വാസ്തവപരമായും ശരീരം കൊണ്ടും ഭൗതികത കൊണ്ടും ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ കൊണ്ടും there is always a beginning. ഒരു തുടക്കം. നമ്മുടെ ഭാഷയിൽ, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തുടക്കം. എൻ്റെ ജീവിതം ഇവിടെ നിന്ന് ആരംഭിച്ചു. നമ്മൾ ചില സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ ആദ്യത്തെ ജോലി അവിടെ ആയിരുന്നു, ഞാൻ അവിടെയാണ് ജനിച്ചത്, അവിടെയാണ് വിദ്യാഭ്യാസം ചെയ്തത്. ചില സ്ഥലങ്ങളുമായി, ചില സംവത്സരങ്ങളുമായി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ബന്ധിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ ദാവീദിനെ കുറിച്ച് നമ്മൾ പ്രഥമമായി ദൈവവചനത്തെ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് ദാവീദ് രാജാവ് ഒരു ആട്ടിടയ ബാലൻ, ആടുകളെ മേയ്ക്കുന്നവനായി നമ്മൾ കാണുന്നു. അവിടുന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം ശൗൽ രാജാവിന് ശേഷം അടുത്ത രാജാവ് എന്ന നിലയിൽ ദൈവം ദാവീദിനെ തന്റെ സഹോദരന്മാരിലേക്കാൾ ഉപരിയായി തിരഞ്ഞെടുത്തുകൊണ്ട്, അപ്പോൾ നമ്മൾ അവിടെ ഓർക്കണം, ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞ വാക്കുകൾ, ആ വ്യക്തിയുടെ ഉയരമോ പൊക്കമോ ഒന്നും നോക്കരുത്, ഞാൻ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഐ ഹാവ് ചോസൺ എ പേഴ്സൺ. ഇപ്പൊ നമ്മൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം, വളരെ വളരെ ആഴമുള്ള ഒരു വിചാരമുണ്ട്. കാരണം ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അഭിഷേകം ചെയ്യേണ്ട സമയത്തോ ദാവീദ് അവിടെ സന്നിഹിതനല്ലായിരുന്നു. ദാവീദ് തന്റെ ദൗത്യത്തിൽ, ഉത്തരവാദിത്വത്തിൽ വ്യാപൃതനായിരുന്നു. He was so much engrossed and engaged in his responsibility. അവിടെ വെച്ചാണ് ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ വരുത്തിഴിവ് സൃഷ്ടിക്കുന്നത്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു. അത് എത്തി നിൽക്കുന്നത് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ കൂടെ ഞാൻ വായിച്ച വാക്യത്തിൽ വരെയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ആട്ടിടയനായിരുന്ന ദാവീദിനെ ക്രിസ്തുവിനോട് ബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവവചനപ്രകാരം ദൈവത്തിന് ഇഷ്ടം തോന്നി എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, ആരായിരുന്നു ദാവീദ്? നമ്മൾ സാധാരണ 23-ാം സങ്കീർത്തനം നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു സങ്കീർത്തനം, ജീവിതത്തിൽ എല്ലായ്പ്പോഴും വളരെ സജീവമായി നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ്. കാരണം അത് ലളിതമായതുകൊണ്ടല്ല, അത് നമ്മളെ സംബന്ധിച്ചോളം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം നൽകുന്ന സങ്കീർത്തനം. എങ്ങനെ തുടങ്ങുന്നു? യഹോവ എന്റെ ഇടയൻ ആകുന്നു. The Lord is my shepherd. ദാവീദിന്റെ വാക്കുകളാണ് പ്രിയമുള്ളവരെ. ദൈവിക മനസ്സ് അറിയുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനസ്സറിയുക. നോയിങ് ദ മൈൻഡ് ഓഫ് ഗോഡ്. ഒന്നാമത്തെ ധ്യാനം അത് തന്നെയാണ്. 1 മുതൽ 2 ശമൂവേൽ 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 7-ന്റെ 1 മുതൽ 3 വരെ ദൈവത്തിന്റെ മനസ്സ് അറിയാൻ ശ്രമിക്കുന്ന ദാവീദ്. അത് ശ്രമിക്കുന്നത് നേരിട്ട് ദൈവസന്നിധിയിൽ പോയല്ല, ദൈവത്താൽ അഭിഷിക്തനായ നാഥാൻ പ്രവാചകനിലൂടെ തന്റെ മനസ്സിലെ ആഗ്രഹം ദൈവത്തോട് പറയുന്നു. എന്താണ് മനസ്സിലെ ആഗ്രഹം? ദൈവത്തിന് ഒരു ആലയം പണിയണം. ഇതിന്റെ തൊട്ടുമുമ്പുള്ള അധ്യായത്തിലാണ് നമ്മൾ പെട്ടകത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ യഥാസ്ഥാനത്തെ കുറിച്ച് വായിക്കുന്നത്.
അപ്പൊ ആ പെട്ടകത്തെ യഥാർത്ഥമായി പ്ലേസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വിശ്രമിപ്പാനും അതിനെ വിശുദ്ധമായി തന്നെ കണക്കാക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് അതിനെ പ്രതിഷ്ഠിപ്പാനും ദാവീദ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒരു കൊട്ടാരത്തിൽ സുഖലോലുപനായി വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ അപ്രകാരം ഇരിക്കുന്നു. അതിനൊരു വാസസ്ഥലം ആവശ്യമാണ്. ദൈവത്തിന്റെ മനസ്സിനെ അറിയാൻ ശ്രമിക്കുന്ന ദാവീദിന്റെ മനസ്സിനെ ദൈവം അറിയുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ദാവീദ് ചോദിച്ചതിലോ ആഗ്രഹിച്ചതിലോ എന്താണ് തെറ്റിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം അപ്രകാരം ഒരു ആഗ്രഹത്തെ പിന്നീടുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, മൂന്നാം വാക്യം കഴിഞ്ഞ് 4 വാക്യങ്ങളും വായിക്കുമ്പോൾ, 7-ാം അധ്യായത്തിൽ 2 ശമൂവേൽ 7:4 മുതൽ വായിക്കുമ്പോൾ ദൈവം അത് വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട്. അപ്പോൾ ദൈവത്തിന്റെ മനസ്സിനെ അറിയുക എന്നുള്ളത് ദാവീദിനെ സംബന്ധിച്ചോളം ദൈവത്തെ ഓർക്കുന്നതിന് തുല്യമായ അനുഭവമാണ്. ഞാൻ ഈ ഭാഗം എടുത്തപ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഒന്ന് വരച്ചിട്ടു. കർത്താവേ, എപ്പോൾ പ്രാർത്ഥിച്ചാലും നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാനുള്ള, അല്ലെങ്കിൽ ഞാനൊന്ന് അറിയുവാനുള്ള കൃപയും മരവും എനിക്ക് നൽകണമേ. പലപ്പോഴും നിന്നെ അറിയുന്ന ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെ മാത്രമേ അറിയാൻ ശ്രമിക്കുന്നുള്ളൂ എന്ന ഒരു പരിമിതിയിൽ ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വിശുദ്ധ കുർബാനകൾ, നമ്മുടെ വ്യക്തിപരമായ വചനധ്യാനങ്ങൾ, പ്രാർത്ഥനകളും എല്ലാ സ്തോത്രങ്ങളും, എല്ലാ സ്തുതികളും, നന്ദികളും ദൈവത്തിന്റെ മനസ്സിനെ അറിയുന്നതായിരിക്കണം. ഇതിൽ ഒരു പ്രത്യേകത ഉള്ളത് എനിക്ക് വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. കാരണം ദാവീദ് ആഗ്രഹിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട്. ഈ ആലയം പണിയണ്ട എന്നല്ല, പണിയണം. എന്നാൽ അത് ദാവീദല്ല, ദാവീദിന്റെ മകനായ ശലോമോൻ രാജാവാണ് തനിക്ക് ദേവാലയം പണിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാം ദൈവത്തിന്റെ മനസ്സ് അറിയണം. Are we trying to know what is God intending for us? നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പം നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഹിതമാണ്. ഇവിടെ പ്രസിദ്ധമായ പ്രസംഗം മോത്തി വർക്കീസിലൂടെ നമ്മൾ കഴിഞ്ഞ വർഷം കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ കേട്ടു. എന്താണ് ദൈവഹിതം? ദൈവഹിതം അറിയുന്നതും ആരായുന്നതുമാണ് ദൈവത്തെ അധികമായി മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നത്. ദൈവഹിതം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ശ്രമിക്കുക പോലും ചെയ്യരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥിക്കണം, നൽകണം, ദാനം ചെയ്യണം, ഉപവസിക്കണം, ദൈവമുൻപാകെ നമ്മളെ സമർപ്പിക്കണം. എന്നിരുന്നാലും എപ്പോഴും എല്ലാ നിമിഷവും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ അറിയണം. നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ തളർച്ചകളിൽ, നമ്മുടെ നന്മകളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ഈ രാജ്യത്തിന്റെ ഭാവി, ഈ ലോകത്തിന്റെ ഭാവി, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? വാട്ട് ഈസ് ഗോഡ് ഇന്റൻഡിങ്? പ്രകൃതി അപ്പാടെ മാറിയിരിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഈ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 2-3 ദിവസം മുമ്പ് എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, ദൈവമേ, നീ എന്താ ആഗ്രഹിക്കുന്നത്? അതിശൈത്യത്താൽ പല ജനങ്ങളും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നലെ നമ്മുടെ പല ദേവാലയങ്ങളിലും ആരാധനകൾ നടത്തുവാൻ സാധിച്ചില്ല. പ്രതികൂലമായ കാലാവസ്ഥ, തുറക്കുവാൻ പോലും സാധിച്ചില്ല. അത്രയ്ക്ക് പ്രതികൂലമായ കാലാവസ്ഥ. എന്താ ദൈവമേ നിന്റെ മനസ്സിലുള്ളത്? നീ എന്താ ആഗ്രഹിക്കുന്നത്? നിന്റെ താല്പര്യം എന്താ? അതെന്നെ ഒന്ന് അറിയിക്കണം. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് നിന്നെ അല്പം കൂടല്ല, അധികം കൂടല്ല, പൂർണ്ണമായി സ്നേഹിപ്പാൻ സാധിക്കും. നിന്നെ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. മനസ്സിലാക്കാതെ ഒരിക്കലും നിന്നോട്
എൻ്റെ താല്പര്യത്തെയോ എൻ്റെ ഇഷ്ടത്തെയോ ഞങ്ങളുടെ ഇഷ്ടത്തെയോ പറയുവാൻ ഞങ്ങളെ അനുവദിക്കരുത് എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. 2, ദൈവിക നന്മകളെ നമ്മൾ തിരിച്ചറിയുക. നോയിങ് ദ വെർച്യൂസ് ഓഫ് ഗോഡ്, ദൈവിക നന്മകളെ അല്ലെങ്കിൽ ദൈവിക കൃപകളെ തിരിച്ചറിയുക. നോയിങ് ദ വെർച്യൂസ് ഓർ ഗ്രേസ് ഓഫ് ഗോഡ്. വാക്യം 4 മുതൽ 17 വരെ അതാണ് നാഥാനിലൂടെ ദൈവം ദാവീദിനോട് സംവേദനം ചെയ്യുന്നത്. ദൈവം ദാവീദിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തെന്ന് വളരെ വ്യക്തമായി വാക്യം 4 മുതൽ 17 വരെ അവിടെ പറഞ്ഞിരിക്കുന്നു. അതിൽ 1-2 വാക്യങ്ങൾ എന്നെ വല്ലാതെ സ്പർശിച്ച വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. അതിന്റെ 8-ാം വാക്യം, ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേൽ മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ഞാൻ നിന്റെ ജനമായ ഇസ്രായേലിൽ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ദൈവം വളരെ വ്യക്തമായി തന്റെ കൃപകളെ ദാവീദിനോട് പറയുകയാണ്, അറിയിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതം എവിടെ നിന്നാണ് ആരംഭിച്ചത്, എങ്ങോട്ടാ പോകുന്നതിനെ കുറിച്ച് ഏകദേശം നമുക്ക് ധാരണയുണ്ട്. ഏകദേശം നല്ല ധാരണ നമുക്കുണ്ട്, ഒരു ദർശനം നമുക്കുണ്ട്, വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ എവിടെ നിന്നാണ് ആരംഭിച്ചത്? വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഫ്രം വേർ ഡിഡ് ഓൾ ബിഗിൻ? നമ്മൾ എവിടെ നിന്ന് ആരംഭിച്ചത്? എവിടെ നിന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണ് തുടങ്ങിയത്? എങ്ങനെയായിരുന്നു നമ്മുടെ ആരംഭം? നമ്മുടെ സജീവതയ്ക്ക്, നമ്മുടെ ജീവന്റെ അനുഭവത്തിന് ആരംഭം, തുടക്കം, ദൈവത്തോടുള്ള ബന്ധം വളരെ പ്രധാനമാണ്. അതിന് മുഖ്യമായ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവം മധ്യസ്ഥനായിരിക്കുന്ന, ദൈവം കാരണഭൂതനായിരിക്കുന്ന എല്ലാ ജീവിത അനുഭവങ്ങളുടെ പ്രത്യേകത ദൈവം അത് ഓർക്കുന്നു എന്നുള്ളതാണ്. ഗോഡ് ഓൾവേസ് റിമെമ്പേഴ്സ്. ദൈവം ഒരിക്കലും ഒരു കാര്യവും മറക്കുന്നവനല്ല. നമുക്കൊരു പക്ഷെ റിമൈൻഡർ വേണമായിരിക്കും, ദൈവത്തിന് റിമൈൻഡർ വേണ്ട. ഗോഡ് ഓൾവേസ് റിമെമ്പേഴ്സ്. 2, ദൈവം ഓർക്കുകയല്ല, ദൈവം ഒരുക്കുന്നവനും കൂടിയാണ്. ദൈവം എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കുന്നവനാണ്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാനായി പോകും. ശിഷ്യന്മാർ പറഞ്ഞു, യോഹന്നാൻ 21. അപ്പോൾ ഞങ്ങളും വരുന്നു. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും പിടിച്ചില്ല. നാഥൻ കരയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ട്? ഒന്നുമില്ല. പടകന്റെ വലത്തുവശത്ത് വല വീശു. നിറഞ്ഞ മീൻകൂട്ടം അവർ കിട്ടി. അപ്പോൾ പടക്ക് കരയോട് അടുപ്പിക്കുന്ന സമയം താൻ സ്നേഹിച്ച ശിഷ്യൻ ഓടി വന്ന് ചാടി പത്രോസിനോടൊപ്പം തന്നെ കരയിലേക്ക് നോക്കിയപ്പോൾ അതാ തന്നെ നാഥൻ നിൽക്കും. കണ്ടു, കല്ലിന്മേൽ ചുട്ടാപ്പൂ. നാഥൻ പറയുന്നു, ഇപ്പോൾ പിടിച്ച മീനും കൂടെ കൊണ്ടുവരിക. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ. അങ്ങനെ ഒരുക്കുന്ന ഒരു കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ ദൈവിക നന്മകളെ, കൃപകളെ നമ്മൾ അറിയുന്നവരായിരിക്കണം. ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തു? വാട്ട് ഡിഡ് ഗോഡ് ഡു ഫോർ മീ? ഇതിനൊരു തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഈ തുടർച്ചയുടെ ഭാഗമാണ് പ്രിയമുള്ളവരെ. ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ നന്മകളെ കുറിച്ച് ഓർക്കുന്നത്. ദൈവം നൽകിയ നന്മകളുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ ഓരോരുത്തരും.
അതിനെ അതേപോലെ ഫോളോ ചെയ്യുന്നവര് അതിൻ്റെ ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ ഇരുത്തി ചിന്തിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, എൻ്റെ മനസ്സിൽ പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം, ഒരിക്കൽ പോലും ആ ദൈവീയ കൃപകൾക്ക് മുടക്കം വരികയോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് ബന്ധം വേർപെടുത്തുകയോ ചെയ്തിട്ടില്ല. കാരണം ദൈവം അതൊരിക്കലും അനുവദിച്ചിട്ടില്ല. ദൈവിക അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇന്നുവരെയും നമ്മുടെ ജീവിതത്തിൽ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ആരംഭിച്ചവന് വ്യക്തമായി അറിയാം നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ ഈ രാജ്യത്തെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് അവനറിയാത്തതായി ഒന്നും തന്നെയില്ല. സകലം മെനഞ്ഞവൻ. ഉൽപ്പത്തി 1 വായിക്കുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ലോകത്തെ മെനഞ്ഞവന് ദാവീദിന്റെ വൻകൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ അവൻ ദാവീദിന്റെ ഭാവിയെ വരെ വർണ്ണിച്ച് പറയുകയാണ്. ഞാൻ ഈ സമയത്ത് ദൈവീയ കൃപകളെ കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഭാഗം വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ദാവീദ് രാജാവിന് അറിയാമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർവ പിതാവ് സന്തതി പരമ്പരയിൽ അവന്റെ പേര് എന്നേക്കും ജീവിതത്തിൽ രേഖപ്പെടുത്തും. അപ്രകാരം ഒരു ഓർമ്മ, അപ്രകാരം ഒരു ചിന്ത ദാവീദ് രാജാവിന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ കർത്താവെ, അനേകരുണ്ടായിരിക്കെ പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. യഹൂദനായ പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി. ദൈവിക നന്മകൾക്കും കൃപകൾക്കും പ്രിയമുള്ളവരെ അന്തമില്ല. There is no stopping. There is no end. It is infinite. നമ്മുടെ ജീവിതം അവസാനിക്കാം. ഈ ലോകത്തിലെ അനുഭവങ്ങൾക്ക് അവസാനമുണ്ടാകാം, ജീവനുള്ളതിന് അവസാനമുണ്ടാകാം. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ദൈവീക കൃപയുടെ തണലിലാണ് നമ്മൾ ഓരോരുത്തരും. തണലിലാണ്. ചാരുവാൻ ഇതിലും വലിയൊരു ആശ്രയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, ആരെല്ലാം മാറിപ്പോയാലും എൻ്റെ പ്രിയൻ എന്നോട് കൂടെയുണ്ട്. ആരെല്ലാം കൈവിട്ടാലും എൻ്റെ പ്രിയൻ എന്നോട് കൂടെയുണ്ട്. കാരണം അവൻ്റെ കൃപ അത്രത്തോളം ദീർഘം, അവൻ്റെ ക്ഷമ അത്രത്തോളം ദീർഘമാണ്, അവൻ്റെ താഴ്മ അത്രത്തോളം ദീർഘം. 3, knowing how to submit oneself. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുക, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. knowing how to submit. 18 വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം ദാവീദ് നാഥാൻ പ്രവാചകന്റെ പ്രവചനത്തിന് മറുപടിയായി ഇങ്ങനെ പറയുന്നത്, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. എല്ലാ സ്തോത്ര പ്രാർത്ഥനകളും എല്ലാ നന്ദി പ്രകടനങ്ങളും ദൈവസന്നിധിയിൽ ആരംഭിക്കേണ്ടത് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ. കർത്താവേ, ദൈവമേ, ഞാൻ എന്തുള്ളൂ? ദൈവസന്നിധിയിൽ ഞാൻ ആരാണ്? രണ്ടാമത്തത് വലിയ ചോദ്യമാണ്. ദൈവത്തിന്റെ മുൻപാകെ ഞാൻ ആരാണ്? ലോകത്തിന് മുൻപാകെ ഞാൻ ആരുമായിക്കൊള്ളട്ടെ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ആരുമായിക്കൊള്ളട്ടെ, ഈ സമൂഹത്തിൽ ഞാൻ ആരുമായിക്കൊള്ളട്ടെ, ഏത് സ്ഥാനവും ഞാൻ അലങ്കരിച്ചൊള്ളട്ടെ, എന്ത് ജീവിത തിക്ത അനുഭവങ്ങൾ എന്നെ ഭരിച്ചോട്ടെ, എന്നിട്ട് എതിരേറ്റോട്ടെ, എന്നാൽ ദൈവത്തിന്റെ മുൻപാകെ ഞാൻ ആരാണ്? ഏറ്റവും വലിയ സമർപ്പണം ദൈവസന്നിധിയിൽ നമ്മെ തിരിച്ചറിയുന്നതാണ്. അത് നമുക്കേ സാധിക്കത്തുള്ളൂ പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിൽ നമ്മെ തിരിച്ചറിയാൻ നമുക്കേ സാധിക്കത്തുള്ളൂ. Only we can see ourselves before the throne of grace. കൃപയുടെ സിംഹാസനം മുൻപാകെ നമുക്ക് നമ്മളെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം ഒരിക്കലും ഒരു മനുഷ്യന്റെ മനസ്സിന് മറ്റൊരാളുടെ മനസ്സ് തിരിച്ചറിയാൻ സാധ്യമല്ല. നിഗൂഢതകൾ തിരിച്ചറിയാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മനസ്സും തിരിച്ചറിയാൻ സാധ്യമല്ല. റോമലേഖനത്തിൽ പൗലോസ് പറയുന്നു,
ദൈവത്തിന്റെ മനസ്സറിയുന്ന 12-ാം 34-ാം വാക്യം, ദൈവത്തിന്റെ മനസ്സറിഞ്ഞവൻ ആരാ? അവന് മന്ത്രിയായിരുന്നവൻ ആരാണ്? അവന്റെ മനസ്സറിഞ്ഞ ആരുമില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നു, നമുക്ക് നമ്മളെ അറിയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. Only we can know ourselves. ദാവീദ് വളരെ വ്യക്തമായി പറയുന്നു, ശക്തമായി പറയുന്നു, ഒരു സാക്ഷ്യമായി തന്നെ പറയുന്നു, ഒരു കുടാരം അടിക്കുന്നതിന് തത്തുല്യമായി തന്നെ പറയുന്നു, ഒരു മന്ദിരം പണിയുന്നതിന് തത്തുല്യമായി പറയുന്നു, എന്നെ കൊണ്ടുവരുവാൻ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. അടുത്തതായി പറയുന്നതാണ്, എന്റെ ഗ്രഹവും എന്തുള്ളൂ. ഇശായിയുടെ മകനായ ദാവീദിന്റെ വംശത്തിൽ പിറന്ന യേശു ക്രിസ്തു, ദാവീദ് ഗ്രഹത്തിന്റെ മഹിമ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ആ താഴ്മയുടെ രുചി ഈ ലോകം അറിഞ്ഞുപോയി. യെശയ്യാ 53 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണല്ലോ. യെശയ്യാ 53. ആരാണ് ആ ശബ്ദം കേൾക്കാൻ പോകുന്നത്? ആരാണത് വിശ്വസിക്കാൻ പോകുന്നത്? ഇത്രത്തോളം ബലഹീനമായിരിക്കുന്ന ഒരവസ്ഥയെ ഈ ലോകം എങ്ങനെ സ്വീകരിക്കും? പ്രിയമുള്ളവരെ, താഴുക എന്നുള്ളത്, സമർപ്പിക്കുക എന്നുള്ളത്, ബലഹീനമാകുക എന്നുള്ള തത്തുല്യമായ അനുഭവമാണെങ്കിലും ബലഹീന ദൈവസന്നിധിയിൽ നമ്മുടെ ബലഹീനതയെ സമർപ്പിക്കുന്നതാണ് നമ്മുടെ ബലം. ഒരിക്കലും ഒരു ആട്ടിടയൻ രാജാവിന് തത്തുല്യമാകുകയില്ല, ഒരു സേന നായകൻ തത്തുല്യമാകുകയില്ല. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള അനുഭവത്തെ നമുക്കറിയാം. ഞാൻ എപ്പോഴും ഓർക്കും, 5 കല്ലുകൊണ്ട് എതിരേൽക്കാൻ 1 കല്ല് മാത്രമേ ഉപയോഗിച്ചു. 1 കല്ലും കൊണ്ട് അത്രയും സൈന്യത്തിനും വാളിനും പരിചയ്ക്കും അത്രയും മനുഷ്യർക്കും സാധിക്കാത്തതിനെ ഒരു ആട്ടിടനായ ബാലിനെ കൊണ്ട് ദൈവം സാധിപ്പിച്ചെങ്കിൽ ദാവീദിന്റെ ഈ നിർമ്മല മനസ്സിനെ ദൈവം തന്റെ കരങ്ങളിൽ ഒപ്പിയെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം ദാവീദിനെ മറക്കുന്നില്ല. ഇതിന്റെ വചനങ്ങളെ അവസാനിപ്പിക്കട്ടെ. 2026 ആണ്ടിലേക്ക് ദൈവം നമ്മളെ സൂക്ഷ്മതയോടെ, കരുതലോടെ കൊണ്ടുവന്നപ്പോൾ ദൈവത്തോട് നമുക്ക് ചോദിപ്പാൻ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ രോഗങ്ങൾ, ദുരന്തങ്ങൾ, ആവശ്യങ്ങൾ, ഒരിക്കലും മാഞ്ഞു പോകാത്ത ചില, മായ്ക്കാനാവാത്ത ചില പാടുകൾ, ചില അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴും നമുക്ക് ഈ നിമിഷത്തിൽ ദൈവത്തോട് ചോദിക്കാൻ, പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എന്നാൽ അവന്റെ മനസ്സിനെ ഒന്ന് അറിയുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം ഒരിക്കലും മറക്കുന്നവനല്ല. ദൈവിക കൃപകളെ ഓരോ നിമിഷവും ചിന്തിച്ച് മനസ്സിലാക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 3, ദൈവത്തിന്റെ മുൻപാകെ എങ്ങനെ നമ്മളെ സമർപ്പിക്കണം. ദാവീദ് നമുക്കൊരു മാതൃകയാണ്. ഒട്ടേറെ കാര്യങ്ങൾ ദാവീദ് ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യാഗം കഴിച്ചു, മന്ദിരം പണിയാനുള്ള സാമഗ്രികളെല്ലാം ഒരുക്കി വെച്ചു. സലോമോന് പണിതെങ്കിൽ പോലും ആ സാമഗ്രികളെല്ലാം ഒരുക്കി വെച്ചു. ദൈവസന്നിധി തങ്ങളെ തന്നെ കുടുംബപരമായിട്ട് താഴ്ത്തി ഏറ്റവും എളിമയോടുകൂടെ, രാജാവായിട്ട് പോലും ഏറ്റവും ദൈവസന്നിധിയിൽ എളിമയോട് ജീവിപ്പാൻ ശ്രമിച്ചു. അതുകൊണ്ട് ദൈവം ദാവീദിനെ ഓർത്തു. അവന്റെ സന്തതി പരമ്പരയിൽ കർത്താവായ യേശു ക്രിസ്തു ജനിക്കണമെന്ന് ദൈവത്തിന് ഹിതമായെങ്കിൽ, കർത്താവെ, ഞങ്ങളുടെ പൂർവ്വ മാതാപിതാക്കളുടെ പരമ്പരയിൽ ഇപ്പോൾ ആയിരിക്കുന്ന എന്നെയും ആ ദൈവീക വംശ പാരമ്പര്യത്തിലേക്കും കൃപയിലേക്കും എന്നെയും കൂടെ വളർത്തണമേ, യോജിപ്പിക്കണമേ, കരുതൽപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു നിമിഷം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാനെന്തുള്ളൂ യേശു പരാ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ. ഞാനെന്തുള്ളൂ യേശു പരാ. ദൈവമേ, സ്വർഗീയ പരപിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പലവിധമായ പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും ആവശ്യങ്ങളും രോഗങ്ങളും
ജീവിതത്തിന്റെ വിശ്വാസപരമായ സമസ്യകൾ നിറഞ്ഞിരിക്കുന്ന ഇന്നിന്റെ ആയുസ്സിൽ വെല്ലുവിളികൾക്കൊട്ടും കുറവില്ലാതെ ഇരിക്കുമ്പോൾ, സകല ആവശ്യങ്ങൾക്ക് മുന്നമേ, സകല ചരാചരങ്ങളുടെ സൃഷ്ടികൾക്ക് മുന്നമേ അവിടെ നിന്ന് എഴുന്നള്ളി ഈ ഭൂമിയെ അറിഞ്ഞവൻ, ഈ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചവൻ അവിടെ നിന്നാകും. അനാദികാലം മുതൽ വചനം പറയുന്നത് പോലെ തന്നെ ഈ ലോകത്തിലെ രക്ഷകനും സൃഷ്ടിതാവും അവിടെ നിന്നാകും. ആ ഓർമ്മയെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന്, പശ്ചാത്തലത്തിൽ നിന്ന് ദൈവവചനം തുറന്ന് വെച്ചുകൊണ്ട് തന്നെ ദാവീദ് രാജാവിന്റെ ജീവിതത്തിലൂടെ ഇന്ന് ചിന്തിപ്പാൻ കൊണ്ട് ലഭിച്ച വലിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്നെ അറിയാതെ പോകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയുവാൻ കർത്താവെ ഞങ്ങൾക്കൊരു അവസരം തരണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ് ദൈവമേ. ആ അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു കളയരുതേ, ഞങ്ങളിൽ നിഷേധിക്കരുതേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ് ദൈവമേ. നിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനുള്ള മഹാഭാഗ്യവും ദൈവകൃപയും പൂർവ്വമാതാപിതാക്കൾക്കും ദൈവമക്കൾക്കും നൽകിയതുപോലെ, അവിടുത്തെ വിശുദ്ധന്മാർക്ക് നൽകിയതുപോലെ ഞങ്ങൾക്ക് അവിടെ നൽകി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവമേ. ദൈവത്തിന്റെ വൻ കൃപയുടെ ഉത്തമ ഉദാഹരണങ്ങളാണല്ലോ ഞങ്ങളുടെ ആയുസ് കർത്താവേ. നീ ഒന്ന് മനസ്സ് വെച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോകത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ജനിച്ചത്. ഇത്രത്തോളം ഈ ആയുസിന്റെ ഈ മധ്യത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്, ഞങ്ങളുടെ അനന്തര തലമുറകളെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നത്, എത്രയോ വ്യക്തമായി ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു കർത്താവേ. ഒന്നും മറന്നിരിക്കുന്നില്ല ദൈവമേ. എന്നാൽ നിന്റെ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ, ഒരിക്കൽ പോലും അതിനെ മറന്നു കളയാനോ വിട്ടുകളയാനോ ഞങ്ങളെ അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. കാരണം നീ സകലവും ഓർക്കുന്നവനാണ് കർത്താവേ. നീ സകലവും എഴുതി വെച്ചവനാണ് ദൈവമേ. നിന്റെ ജീവോത്സവത്തിൽ പേരെഴുതി കാണപ്പെടുവാൻ തക്കോണം, അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കപ്പെടുവാൻ തക്കോണം അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. നിന്റെ വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിന്നെ ഓർക്കാതിരിക്കാൻ തരമില്ല കർത്താവേ. നിന്നെ ഒരിക്കലും മറന്നു കളയുവാൻ ഈ ആയുസ്സിലെ ഏതെങ്കിലും അവസ്ഥ കൊണ്ട് ഞങ്ങളെ ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്മകളേറി വന്നാലും അനുഗ്രഹങ്ങളേറി വന്നാലും എല്ലാ ജീവിത സൗഖ്യങ്ങളും സുഖങ്ങളും ഉണ്ടായാൽ പോലും കർത്താവേ, നിന്നെ ഒരു നിമിഷം മറന്നു കളയുവാൻ ഞങ്ങൾ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, വീണ്ടും വരുമെന്ന് കർത്താവേ. ആ വരവിനായി ആ പ്രത്യാശ കൊണ്ട് നിറയപ്പെടുവാൻ തക്കോളം ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ ഈ വചനത്തിന് മുൻപാകെ സമർപ്പിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. നിന്നെ അറിയുന്നത് തന്നെ ഒരു സമർപ്പണമാണ് കർത്താവേ. നിന്നെ സ്നേഹിക്കുന്നത് സമർപ്പണമാണ് ദൈവമേ. താഴുവാനുള്ള ദൈവ കൃപ തരണമേ ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവേ. താഴ്മയാണ് കർത്താവെ ബലം കർത്താവെ. അതാണ് ഏറ്റവും മികച്ച ക്രിസ്തീയ ജീവിതം കർത്താവെ. താഴുവാനുള്ള ദൈവകൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ചിന്തകൾ, ഉയരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ, ഈ രാജ്യത്തിന്റെ കർത്താവ് എല്ലാവിധമായ സുഖങ്ങളും നന്മകളും ഞങ്ങൾ അനുഭവിക്കുമ്പോഴും കർത്താവെ, ഏറ്റവും വിശ്വസ്തരായി ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ ഈ കൂട്ടായ മുഖാന്തരം ഞങ്ങളെ സഹായിക്കണമേ. ഈ രാജ്യത്തിന്റെ പല സംസ്ഥാനത്തു നിന്ന് കർത്താവെ, ഇതിൽ ഉൾപ്രവേശിച്ചിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും വന്യവൈദികരെയും ഞങ്ങളുടെ തിരുസഭയും ദൈവസന്നിധിയിൽ വെച്ച് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാവീദിനെ അവിടെ നിന്ന് ഓർത്തതുപോലെ എന്തെല്ലാം ബലഹീനത അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും, പാവമെങ്കിലമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അവൻ കടന്നുപോയിട്ട് പോലും അതെല്ലാം ക്ഷമിച്ച് മായിച്ച് അവനെ ശുദ്ധിയുള്ളവനാക്കി അവന്റെ സന്തതി പരമ്പരയിൽ നിന്റെ ഏകജാതനായ പുത്രൻ ഞങ്ങൾക്ക് ദാനമായി തന്നുവെങ്കിൽ ആ രക്ഷ എത്ര അധികമാണെന്ന് ഞങ്ങൾ ചിന്തിക്കട്ടെ കർത്താവെ. എന്റെ വരവനായ ഞങ്ങളെ രാത്രി ഒരുക്കണം. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് ഞങ്ങൾ ഒരുക്കുന്നു കർത്താവെ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. താങ്ക് യു പ്രൈം ടീം മാത്യു അച്ഛൻ.